ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് സതീശൻ ആധികാരികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തറപ്പിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ, മനസ്സിലായില്ലേ? സ്വർണ്ണ അവിടെ എത്തിയിട്ടില്ല, സ്വർണ്ണ ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്, ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? അതെ, അടിച്ചു മാറ്റി കൊണ്ടുപോയത് തന്നെയാണ്. ഒരു വ്യക്തി ആധികാരികമായി ഇത് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രമാത്രം അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, അല്ലാതെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടെങ്കിൽ ഇത്രയും ആധികാരികമായി പറയാൻ പറ്റില്ല. അതിന് കാരണമുണ്ട്. ആരാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് ചോദിച്ചാൽ, ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഉണ്ണി തിരുമേനി പൊടുന്നനെ സർക്കാരിനെ സഹായിക്കാനല്ലല്ലോ അവിടെ ഉണ്ടായിരുന്ന സ്വർണം കാണാനില്ല എന്ന ഡയലോഗ് അടിച്ചത്. അത് ഏറ്റുപിടിച്ച് നിയമസഭയിലേക്ക് കൊണ്ടുവന്നതും ഡയലോഗ് അടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആരുടെ ഡയലോഗ്? ഇതേ സ്വർണം അടിച്ചു മാറ്റിയ വ്യക്തി. അപ്പോ അയാൾ അടിച്ചു മാറ്റി എന്ന് സതീശൻ ഉറപ്പുണ്ട്. അങ്ങനെ അടിച്ചു മാറ്റിയ വ്യക്തിയെ കുറിച്ചാണ് സതീശൻ സഭയിലും പിന്നീട് മാധ്യമ കോലുകൾക്ക് മുന്നിലും കത്തിക്കേറും. നോക്കി. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിവെക്കുന്ന വിക്ഷേപമാണ് ഇന്ന് നൽകിയത്. ചട്ടം 50 പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. ഓർഡർ യെസ് അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം പറയട്ടെ എന്താണ്. യെസ് പ്ലീസ് അവിടെ ഇരിക്കാൻ പറ. LOP പറയട്ടെ. നോ LOP പറയട്ടെ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ് സംസാരിക്കാൻ പറ്റൂ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ നിങ്ങളല്ല, അദ്ദേഹമാണ്. പറയട്ടെ. യെസ് സർ, ഇവിടെ നിരവധി പ്രീസിഡൻസ്, ഇതുപോലെ സബ്ജുഡീസ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. പല സർക്കാരിന്റെ സമയത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെയുണ്ട്. ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അവർ അന്വേഷണം ഉത്തരവിടുകയും ചെയ്ത കേസാണ്. അവിടെ ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന കേസാണ്. ഗൗരവതരമായി ശബരിമല പോലുള്ള സാർ, ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ സാർ. പറഞ്ഞ ഞാൻ എങ്ങനെ പറയണ, എന്റെ ഒരു സെന്റൻസ് പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കണല്ലോ. ഇതൊക്കെ റൈറ്റ് ആണ്. സ്പീക്കർ ഇത് നിഷേധിച്ചാൽ ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ റൈറ്റ് ആണ്. എന്റെ ഒരു സെന്റൻസ് പോലും പറയുന്നതിനും എല്ലാ വാക്കിനും എസ് പറഞ്ഞ ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ്. ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ, ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ്. ശബരിമല ഭക്തരെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞു. ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡീസ് ആണ്. 52 ക്ലോസ് 7 പ്രകാരം പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നിങ്ങൾ പ്രസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞ പോലെ സമ്മൺ ഹാസ് ടു ബെൽ ദ കാറ്റ്. ഇവിടെ ഈ ചെയർ ബെൽ കാറ്റിന് പൂച്ചക്ക് മണി കെട്ടുകയാണ്. ഇനി പ്രസിഡന്റ് അനുവദിക്കുന്നല്ല. പറഞ്ഞോട്ടെ. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്, ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യുന്നു. പിന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് സർക്കാർ എന്തുകൊണ്ട് വന്നാലും 2 മണിക്കൂർ ചർച്ചയാണ്. 2 മണിക്കൂർ ചർച്ച. അത് എന്തിനു ഭയപ്പെട്ടിട്ടാണ് 2 മണിക്കൂർ ചർച്ച വയ്ക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് പറയുന്നില്ല. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. 3 ദിവസം സർക്കാർ തല കുനിച്ചാണ് ഇറങ്ങിപ്പോയത്. ഇന്നെന്ത് പറ്റി? ഇന്ന് സ്വർണം ഞങ്ങൾ 2 മണിക്കൂർ ചർച്ചയ്ക്കാണ് വന്നത്. സ്വർണം തട്ടിക്കൊണ്ടുപോയത്, സ്വർണം അടിച്ചു മാറ്റിയതാണ്. അടിച്ചു മാറ്റിയത് കൊണ്ട് അത് ചർച്ചയില്ല. അടിച്ചു മാറ്റിയതാണ് സ്വർണം. അപ്പൊ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ച് സർക്കാരും ദേവസ്വം ബോർഡും കാര്യങ്ങൾ ഭക്തരോട്, വിശ്വാസികളോട് പറയാതെ അയ്യപ്പ സംഗമത്തിന് പോകരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കണ്ടല്ലോ, 2 കാര്യവും ക്ലിയർ ആണ്. അടിച്ചു മാറ്റിയെന്ന് സതീശൻ ഇന്ന് പറയുന്നു. ഇന്നലകളിൽ ഇതേ ആരപ്പിറവിയായിട്ട് ഉണ്ണി തിരുമേനി അദ്ദേഹം പൊടുന്നനെ വന്ന് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ഇതിനെ ഏറ്റെടുത്ത് നിയമസഭയിലേക്ക് കൊണ്ടുപോയതും മാധ്യമങ്ങൾക്ക് മുന്നിലും അയാളുടെ വാക്ക് വിശ്വസിച്ച വ്യക്തി ആരാണ്? സതീശൻ തന്നെയാണല്ലോ, അല്ലേ?
അപ്പോ ഇന്നിപ്പോ സതീഷ് അടിച്ചു മാറ്റിയെന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് എവിടെ നിന്നുള്ള വിവരമായിരിക്കും? ആണോ അടിച്ചു മാറ്റിയത് ആ വ്യക്തിക്ക് സതീശനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായും ആധികാരികമായും വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും സതീശൻ പറഞ്ഞത് കൃത്യമാണ്. അടിച്ചു മാറ്റി കൊണ്ടുപോയത് തന്നെയാണെന്ന് തന്നെയാണ് നമ്മളും അനുമാനിക്കുന്നത്. എന്തുകൊണ്ടെന്നല്ലേ, 2 സമ്മാന പൊതികളുടെ ദൃശ്യം നിങ്ങളെ കാണിക്കുകയാണ്. നോക്കിയേ, അടിച്ചു മാറ്റിയത് തന്നെയാണ്. കാര്യം ആ അടിച്ചു മാറ്റിയതിന്റെ പങ്ക് UDF കൺവീനറുടെ കയ്യിൽ ഒരു പൊതി, ദേശീയ തലത്തിൽ സോണിയാഗാന്ധിയെ പോലും നേരിട്ട് കണ്ടൊരു പൊതി കൊടുക്കുന്നത് കണ്ടല്ലോ. സമ്മാന പൊതികൾ എന്താണ് കോൺഗ്രസുകാർക്ക് കൊടുത്തിരിക്കുന്നത്? ഫോട്ടോ എടുത്ത് ഇതേ ഉണ്ണി തിരുമേനി അഥവാ ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചിരുന്നു. തനിക്കെതിരെ അവർ വന്നപ്പോ അയാൾ തന്നെ ഇതെടുത്ത് പുറത്തു വിടുകയാണ്. ഞാൻ കൊണ്ടുപോയതിന്റെ പങ്ക് ഓരോ ഓഹരി കോൺഗ്രസുകാരുടെ കയ്യിൽ കൂടി എത്തിച്ചിട്ടുണ്ട് എന്ന് വേണം ഈ ദൃശ്യം കാണുമ്പോൾ അനുമാനിക്കേണ്ടത്. അതൊക്കെ അന്വേഷണത്തിലൂടെ വരട്ടെ. പക്ഷേ സതീശൻ ആധികാരികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത്? തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ, മനസ്സിലായില്ലേ? സ്വർണ്ണ അവിടെ എത്തിയിട്ടില്ല, സ്വർണ്ണ ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്, ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? അതെ, അടിച്ചു മാറ്റിയതാണെന്ന് സതീശൻ ഉറപ്പുള്ളത് കൊണ്ട് തന്റെ ചുറ്റാകെ നിൽക്കുന്ന ആർക്കൊക്കെയോ അത് കിട്ടിയതിനെ കുറിച്ച് സതീശന് കൃത്യമായിട്ടുള്ള വിവരമുണ്ട്. അതുകൊണ്ടാണ് സതീശൻ കൃത്യമായിട്ട് അത് അടിച്ചു മാറ്റി ചിലരുടെ കൈകളിൽ എത്തിച്ചു എന്ന് പറയുന്നത്. ആ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. അടൂർ പ്രകാശിനെയും സോണിയാഗാന്ധിയെ വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സമ്മാന പൊതി പൊതിഞ്ഞു കൊടുക്കുന്നത്, അയ്യപ്പന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്വർണം തന്നെ കോൺഗ്രസുകാരുടെ ഓഫീസിൽ അടിച്ചോണ്ട് പോയി നേതാക്കന്മാർക്ക് പാക്കറ്റ് പൊതിഞ്ഞു കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ പുറത്തെ. പ്രതിപക്ഷ നേതാവ് ഇത്രയും ആധികാരികമായി പറയും, അതിനോടൊപ്പം കോൺഗ്രസുകാർ സമ്മാനപ്പൊതി ഇതേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്യുന്ന ദൃശ്യം പുറത്തു വരുമ്പോൾ അതിനുള്ളിൽ ചില ദുരൂഹതകളുണ്ട്. സ്വർണം അടിച്ചുകൊണ്ടുപോയി പീസാക്കി കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തൃപ്തിപ്പെടുത്താൻ കൊടുത്തു എന്നുള്ള സംശയമുണ്ട്. കാര്യം സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തെ കുളമാക്കാൻ, വിവാദത്തിൽപ്പെടുത്താൻ ആരുടെയോ കൊട്ടേഷൻ എടുത്ത് ഒരു അവതാരത്തെ പോലെ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ആ ആരോപണത്തോടുകൂടി അടിയാധാരം വരെ വലിച്ചു പുറത്തിട്ടപ്പോ ഇപ്പൊ കൊണ്ടുവന്നവരുമില്ലേ, കൊണ്ട് നടന്നവരുമില്ലേ, കൊണ്ട് നടക്കാനും ആരുമില്ല എന്ന അവസ്ഥയാണ്. എന്തായാലും ചുരുളുകൾ അഴിയട്ടെ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരട്ടെ. സതീശൻ ആധികാരികമായി ഈ വിവരം ലഭിച്ചത് എവിടെ നിന്നാണ്, അത് കട്ടെടുത്ത ആളിൽ നിന്ന് തന്നെയാണോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ടതാണ് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്.